ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. ഇരുമ്പെഴുത്താണിക്ക് പകരം പാർക്കർ പേന വെച്ച് എഴുതുന്ന ഈ ആശാനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊരു വിഷ്വൽ അബദ്ധമായി നമുക്ക് തോന്നാം. എന്നാൽ ശിഷ്യൻ ഈ ആശാനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ താളിയോലയിൽ എഴുതാൻ അവനും പാർക്കർ പേനകൾ അന്വേഷിച്ച് നടക്കും. ഈ ഒരു സ്വഭാവത്തെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഓവർ ഇമിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അതായത്, ഒരു കാര്യം പഠിക്കുമ്പോൾ അതിലെ ആവശ്യമില്ലാത്തതോ തെറ്റായതോ ആയ കാര്യങ്ങൾ പോലും മനുഷ്യർ അന്ധമായി അനുകരിക്കുന്നത്. നമ്മൾ ഒരാളെ ഗുരുവായോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയായോ അംഗീകരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ലോജിക്കൽ ചിന്തകളേക്കാൾ അവരുടെ തീരുമാനങ്ങളിൽ വിശ്വാസം വയ്ക്കാനുള്ള പ്രവണത തലച്ചോറിൽ സ്വാഭാവികമായി വർദ്ധിക്കും. സൈക്കോളജിയിൽ ഇതിനെ അതോറിറ്റി ബയസ് എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് വിമർശനാത്മക ചിന്ത പലപ്പോഴും മന്ദഗതിയിലാകുകയും ആശാൻ ചെയ്യുന്ന അബദ്ധങ്ങളെയോ കുറുക്കുവഴികളെയോ പോലും ശരിയാണെന്ന് തലച്ചോർ എളുപ്പത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. ഇവിടെയാണ് 51 പിഴവുകൾ സംഭവിക്കുന്നത്. ആശാൻ ആ താളിയോലയിൽ പാർക്കർ പേന വെച്ച് വെറുതെ ഒരു അടയാളമിട്ടതായിരിക്കാം, അല്ലെങ്കിൽ പേനയിലെ മഷി തീർന്നോ എന്ന് നോക്കിയതാകാം. കാരണം ഏത് ടൂൾ എവിടെ ഉപയോഗിക്കണം, എവിടെ നിർത്തണം എന്ന കോണ്ടെക്സ്റ്റുവൽ നോളജ് ആശാനുണ്ട്. അങ്ങനെ ഗുരുവിന്റെ ചെറിയൊരു പിഴവോ കുറുക്കുവഴിയോ ശിഷ്യനിലൂടെ വലിയ അബദ്ധങ്ങളായി മാറുന്നു. അതുകൊണ്ട് അന്ധമായി അനുകരിക്കുന്നതിന് മുൻപ് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനുള്ള ലോജിക്കൽ ചിന്തയും വിമർശനാത്മക സമീപനവും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്.